ഈശോയിലേറ്റ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തില് സ്നാപകയോനാന്റെ ശിഷ്യന്മാർ വന്നിട്ട് സ്നാപകയോനോട് പറയുന്ന ഒരു പരാതിയൊക്കെയാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ പറയുകയാണ്, സ്നാപകയോനാൻ സ്നാനം കൊടുത്തിരുന്ന സ്ഥലത്തിന് ഇത്തിരി അങ്ങോട്ട് മാറിയിട്ട് ഈശോയും അവിടെ സ്നാനം കൊടുത്തിരുന്നു എന്ന് പറയുകയാണ്. അപ്പൊ സ്നാപകയോനാന്റെ ശിഷ്യന്മാർ വന്നിട്ട് സ്നാപകയോനോട് പറയുകയാണത്, നിന്റോടൊപ്പം ഉണ്ടായിരുന്നവൻ അവിടെ സ്നാനം കൊടുക്കുന്നു, അല്ലെ, അവൻ അവിടെ മാമോദിസ കൊടുക്കുന്നുണ്ട് ആളുകൾക്ക്, നമ്മുടെ അടുത്ത് വരുന്ന ആളുകൾ പോലും അങ്ങോട്ട് മാറി പോവുകയാണ് എന്നൊക്കെ പറയുമ്പോൾ സ്നാപകയോനൻ പറയുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു വചനമുണ്ട്. സ്നാപകയോനൻ പറയുകയാണ്, സ്വർഗത്തിൽ നിന്നും നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ, സ്നാപകയോനൻ നമ്മുടെ ജീവിതത്തിൽ അസൂയ ഇല്ലാതിരിക്കാനുള്ള ഒരു വഴി അല്ലെങ്കിൽ ഒരു വചനം നമുക്ക് സ്നാപകയോനായിട്ട് പറഞ്ഞു തരികയാണ്. എന്താണത്? മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു നേട്ടം ഉണ്ടാകുമ്പോൾ, മറ്റുള്ളവര് എന്നെക്കാളും ഉയരത്തിൽ വളർന്നു പോകുമ്പോൾ സ്നാപകയോനൻ പറയുകയാണ്, ഇങ്ങനെ ചിന്തിച്ചാൽ മതി, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ടതാണ്, അല്ലെ, ദൈവം അവനെ അനുഗ്രഹിച്ചില്ലായിരുന്നെങ്കിൽ അവനൊരു പക്ഷെ എന്നെക്കാളും ഉയരത്തിൽ പോവുകയില്ലായിരുന്നു. ദൈവം അവനെ അനുഗ്രഹിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അവൻ ഇത്രയധികം അനുഗ്രഹിക്കപ്പെടുമായിരുന്നില്ല, അല്ലെങ്കിൽ വളർച്ച പ്രാപിക്കുമായിരുന്നില്ല എന്നൊക്കെ ചിന്തിച്ചാൽ മതി. ഇന്നത്തെ സുവിശേഷത്തിലൂടെ സ്നാപകയോനൻ നമ്മുടെ ജീവിതത്തിലെ അസൂയ എന്നുള്ളൊരു പാപം എടുത്തു കളയാനുള്ള ഒരു വഴി നമുക്ക് കാണിച്ചു തരികയാണ്. സ്നേഹമുള്ളവർ, ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ ഈ സ്നാപകയോനന്റെ മനോഭാവത്തിലേക്ക് വളരാനുള്ള നമുക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട്